ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഫിസിക്കൽ സയൻസിൻ്റെ കെമിസ്ട്രി ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കെമിസ്ട്രിൻ്റെ ബേസ് തൊട്ട് തുടങ്ങാം. ഇതിൽ 8th സ്റ്റാൻഡേർഡ് ടു നമ്മൾ 12th അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കണം. ഫസ്റ്റ് നമുക്ക് ആറ്റത്തിൽ നിന്ന് തുടങ്ങാം. ആറ്റം എന്താണ്? ആറ്റം ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും അടങ്ങുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണെന്ന് ആറ്റം. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഇനി മോളിക്യൂൾ, അതായത് തന്മാത്ര. എന്താണ് തന്മാത്ര? അതായത് ഇപ്പോ ഇത് ഹൈഡ്രജൻ ആറ്റം, ഓക്സിജൻ ആറ്റം, ഹീലിയം ആറ്റം, അങ്ങനെയൊക്കെ ആറ്റങ്ങളാണ് അല്ലേ? അപ്പോ ഒരു എലമെന്റ്, ഒരു മൂലകത്തിന്റെ ഒന്നോ അതിലധികമോ ആറ്റങ്ങൾ കൂടി ചേർന്നതിനാണ് എന്ത് പറയാ? തന്മാത്ര എന്ന് പറയുന്നത്. അതായത് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് എന്തായി? H2 ഹൈഡ്രജൻ തന്മാത്ര. അതായത് ഒന്നോ അതിലധികമോ, ഒരു മൂലകത്തിന്റെ ഒന്നോ അതിലധികമോ ആറ്റങ്ങൾ കൂടി ചേർന്നതാണ് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂള്. ഇനി വ്യത്യസ്ത തരം മൂലകത്തിന്റെ ഒന്നോ അതിലധികമോ ആറ്റങ്ങൾ കൂടി ചേർന്നതിന് നമുക്ക് എന്ത് പറയാം? അതിനെയാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് അതായത് ഹൈഡ്രജനും 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നിട്ട് എന്തായി? H2O, വാട്ടർ, ജലം ഉണ്ടായി. ഇനി എന്താണ്? മീഥെയ്ൻ, അതായത് കാർബണും 3 ഹൈഡ്രജൻ ആറ്റങ്ങളും കൂടി ചേർന്നിട്ട് മീഥെയ്ൻ ഉണ്ടായി. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും, അതായത് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്ത് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നോ അതിലധികമോ, ഒരു മൂലകത്തിന്റെ തന്നെ ഒന്നോ അതിലധികമോ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്നതാണ് തന്മാത്ര. ഇനി വ്യത്യസ്ത മൂലകത്തിന്റെ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്നതാണ് എന്ത്? കോമ്പൗണ്ട്. ഇനി അടുത്തത് പറയാനുള്ളത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ഡാൾട്ടൺ അറ്റോമിക് തിയറി എന്താണ് ഡാൾട്ടൺ പറയുന്നത്? ഒന്നാമത് അദ്ദേഹം പറഞ്ഞ പോയിന്റ് എന്താണ്? നമ്മൾ ആറ്റത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞു അല്ലെ? അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പോയിന്റ്. അതെന്താണ്? ആറ്റം എന്ന് പറഞ്ഞാല് ഒരു പദാർത്ഥത്തിന്റെ ഗുണങ്ങളെല്ലാം കാണിക്കുന്ന, അതായത് നമ്മൾ പറഞ്ഞു എന്ത്? ഒരു പദാർത്ഥത്തിനെ കട്ട് ചെയ്തു, വീണ്ടും കട്ട് ചെയ്തു, വീണ്ടും കട്ട് ചെയ്തു, അങ്ങനെ ഏറ്റവും ചെറിയ കണികയാണെന്ത്? ആറ്റം എന്ന് പറയുന്നത്. ആ ചെറിയ കണിക നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ ആ ചെറിയ കണിക എടുത്ത് നോക്കിയാലും എന്തായിരിക്കും? ആ പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ആ ചെറിയ കണികക്ക് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ പദാർത്ഥത്തിന്റെ ഗുണങ്ങളെല്ലാം കാണിക്കുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണെന്ത്? ആറ്റം പറഞ്ഞു. അതാണ് അങ്ങനെ പദാർത്ഥത്തിന്റെ ഗുണങ്ങളെല്ലാം ആ ഏറ്റവും ചെറിയ കണിക കാണിക്കുന്നു പറഞ്ഞു. അതാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിൽ ഒരു പോയിന്റ്. പിന്നെന്താണ് പറഞ്ഞത്? ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയില്ല. പിന്നെയോ ആറ്റത്തിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ആറ്റത്തിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? 2 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിന്റ്, ആറ്റത്തിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ആറ്റത്തിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. പിന്നെന്താണ്? ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്കെല്ലാം ഒരേ സ്വഭാവമായിരിക്കും. അതുപോലെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് എന്തായിരിക്കും? വ്യത്യസ്ത സ്വഭാവമായിരിക്കും. ഇതൊക്കെയാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പറയുന്നത്. അതായത് ആറ്റത്തിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. പിന്നെ പറഞ്ഞെന്താ? ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയില്ല. പിന്നെ ഒരു മൂലകത്തിന്റെ
ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്കെല്ലാം ഒരേ ഗുണങ്ങളായിരിക്കും, വ്യത്യസ്ത മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് എന്തായിരിക്കും, വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും, ഗുണങ്ങളായിരിക്കും. ഇനി നമ്മള് അടുത്തത് ആറ്റത്തില് ഡാൾട്ടൻ പറഞ്ഞ എന്താണ്, ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. പക്ഷെ പിന്നീട് വന്ന ഇതിലൊക്കെ എന്ത് പറഞ്ഞു, ആറ്റത്തിനെ ശരിക്കും വിഭജിക്കാൻ കഴിയും അല്ലെ. ആറ്റത്തിലെ 3 കമ്പോണൻസ് എന്തൊക്കെയാണ്, ആറ്റത്തിലെ കണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ അല്ലെ. ആറ്റത്തിലെ 3 കണങ്ങളാണത്. അപ്പൊ പ്രോട്ടോണിന് എന്താണ്, പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ന്യൂട്രോണിന് എന്താണ്, നോ ചാർജ്. ഇതാണ്. അപ്പോ ഒരു ആറ്റത്തിൽ എന്തായിരിക്കും, ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആറ്റം എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാം. ഇനി അടുത്തത് ആറ്റം മോഡൽസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു ആറ്റം എങ്ങനെയാണെന്ന് ഉള്ള ഡെഫിനിഷൻ കൊണ്ടുവന്ന് എക്സ്പ്ലനേഷന് ഒരുപാട് സയന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ആറ്റം മോഡൽസിൽ പറയുന്നത് ഒന്നാമത്തെ ജെ തോംസൺസ് പ്ലം പുഡിംഗ് മോഡൽ. ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ. എന്താണ് ഈ മോഡലിൽ പറയുന്നത്, പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലെ. അതായത് ആറ്റം എന്ന് പറയുന്നത് ഒരു വാട്ടർമെലന്റെ മോഡൽ തന്നെയാണ്, അല്ലെങ്കിൽ പ്ലം പുഡിങ്ങിന്റെ മോഡലാണ്. എന്താണ് അതിന്റെ പ്രത്യേകത, ഇപ്പൊ വാട്ടർമെലൺ എടുക്കുക, അതിൽ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തു. അതിന്റെ സെന്ററിൽ കട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടും, അതിൽ നമ്മൾ കഴിക്കുന്ന പോർഷൻ അല്ലെ റെഡ് കളറിൽ കിട്ടും. അത് ഇപ്പൊ ഇത് വാട്ടർമെലൺ ഒരു ആറ്റമായിട്ട് ഇമാജിൻ ചെയ്താല് അതിൽ ആ കഴിക്കുന്ന പാർട്ട്, എഡിബിൾ പാർട്ട് ആയിട്ടുള്ള ആ റെഡ് കളറിലുള്ള പോർഷൻ ആണ് എന്ത്, പോസിറ്റീവ് ചാർജ്. അതിലെന്തായിരിക്കും, സീഡ്സ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതാണ് നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിള്. ഇലക്ട്രോൺസ് ഇങ്ങനെ എന്താണ്, അതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇതാണ് എന്ത്, അദ്ദേഹത്തിന്റെ മോഡലിൽ പറയുന്നത്. അതുപോലെ തന്നെ അല്ലേ പ്ലം പുഡിങ്ങിലും. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്, പോസിറ്റീവ് ചാർജില് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നാണ് എന്ത് അദ്ദേഹം പറഞ്ഞത്. ഇനി അടുത്തത് എന്താണ്, റൂദർഫോർഡിന്റെ മോഡലാണെന്ത് അടുത്തത് പറയുന്നത്. അദ്ദേഹം അറ്റോമിക് മോഡൽ പറയുന്നതിന് മുമ്പ് ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടാണ് മോഡലിനെ കുറിച്ചിട്ട് പറഞ്ഞത്. എന്താണ് എക്സ്പെരിമെന്റിന്റെ പേരെന്താണ്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. എന്താണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഒരു ആൽഫ എമിറ്റർ, ഇതിപ്പോ ഒരു ആൽഫ എമിറ്റർ ആണെന്ന് കൺസിഡർ ചെയ്യാം. എന്താണ് ആൽഫ എമിറ്റർ, നമുക്കറിയാം ചില എലമെന്റ്സ് ഈ ചാർജുള്ള ചില എലമെന്റ്സ് ചില റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യും. അങ്ങനെയുള്ള റേഡിയേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ തുടങ്ങിയിട്ടുള്ള റേഡിയേഷൻസ് ഉണ്ട്. അതുപോലെ ഒരു എലമെന്റ് എമിറ്റ് ചെയ്യുന്ന ഇവിടെ എമിറ്റ് ചെയ്യുന്നത് എന്താണ്, ആൽഫ പാർട്ടിക്കിൾ ആണ്. നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾ എന്ത് ചാർജ് ആണ്, പോസിറ്റീവ് ചാർജ് ആണ്. ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജ് ആണ്. അങ്ങനെ ആൽഫ പാർട്ടിക്കിൾ എമിറ്ററിന് വെച്ചു. പിന്നെ എന്ത് ചെയ്തു, ഇതിലെ ഈ റേഡിയേഷൻ ഏതിലൂടെ കടത്തി വിട്ടു, ഒരു ഗോൾഡ് ഫോയിൽ, ഒരു തിൻ ഗോൾഡ് ഫോയിൽ വെച്ചു. ഗോൾഡ് ഫോയിൽ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിൽ വെച്ചു. ഇനി അതിന്റെ റേഡിയേഷന് ഒരു ഗോൾഡ് ഫോയിലൂടെ കടത്തി വിട്ടാല്
അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ്, അവിടെ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു സ്ക്രീൻ വെച്ചു, ഒരു ഡിറ്റക്റ്റിംഗ് ഒരു സ്ക്രീൻ വെച്ചു. അപ്പൊ നമ്മള് പറഞ്ഞ എത്രയാണ്, ആൽഫ പാർട്ടിക്കിൾ എമിറ്ററിന് വെച്ചു, അതിന്റെ റേഡിയേഷന് ഒരു തിൻ ഗോൾഡ് ഫോയിലൂടെ കടത്തി വിട്ടു, അതിന്റെ ആ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ വെച്ചു. ഇത് സ്ക്രീനാണ്. അപ്പൊ ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. അപ്പൊ ഇത് ഗോൾഡ് ഫോയിലാണ്. അപ്പൊ എന്താണ്, അതിനുള്ളിൽ എന്തുണ്ടാവും, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മള് ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡലിൽ പറഞ്ഞ എന്താണ്, ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളില് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ പരന്നു കിടക്കുക, അതിലെന്താണ് ഇങ്ങനെ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ഇങ്ങനെ ഇങ്ങനെ എന്താണ് സ്പ്രെഡ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജെ തോംസൺ പറഞ്ഞ മോഡലാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും, ഈ ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജ് ആണല്ലോ, ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഈ കൂടുതൽ ഭാഗം പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, റിപ്പൽ ചെയ്യും. അതായത് ജെ തോംസൺ പറഞ്ഞത് ഇങ്ങനെ മജോറിറ്റി ആയിട്ട്, അതായത് ഇങ്ങനെ പരന്നു കിടക്കുന്ന എന്താണ്, ഇപ്പൊ നമ്മൾ വാട്ടർമെലൺ എന്ന് പറഞ്ഞു, റെഡ് കളർ എന്താണ് പോസിറ്റീവ് ചാർജ് ആണ്, അതിലെ സീഡ്സ് നെഗറ്റീവ് ചാർജ് ആണെന്ന്. അപ്പൊ ആ മെജോറിറ്റി പോർഷനിൽ എന്താണ് പോസിറ്റീവ് ആണ്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ്, അതായത് ആൽഫ എന്ത് ചെയ്തു, ആൽഫ റേഡിയേഷൻ ഇതിൽ തട്ടുമ്പോൾ എന്ത് ചെയ്യണം, അത് റിപ്പൽ ചെയ്യുമല്ലോ. നമുക്കറിയാം എന്ത്, ലൈക്ക് ചാർജസ് ഒരുപോലെയുള്ള ചാർജസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, അത് റിപ്പൽ ചെയ്യും. അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും എന്നാണല്ലോ. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് റേഡിയേഷൻ ഇവിടെ തട്ടുമ്പോൾ എന്ത് ചെയ്യണം, അത് റിപ്പൽ ചെയ്യണം. പോസിറ്റീവും തമ്മിൽ എന്തുണ്ടാകും, റിപ്പൽ ചെയ്യണല്ലോ. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇവിടെ വന്നിട്ട് ഈ റേഡിയേഷന് ഇങ്ങനെ നേരെ കടന്നുപോയി. അതായത് ഒരു ഡീവിയേഷനും സംഭവിക്കാതെ ഇതെന്ത് ചെയ്തു, ഇതിങ്ങനെ കടന്നുപോയി. ഇനി ചില ബീം മാത്രം, ചില റേഡിയേഷൻ മാത്രം എന്ത് ചെയ്തു, ഒരു സ്മോൾ ആംഗിളില് റീബൗണ്ട് ചെയ്തു, അതുപോലെ ചിലത് എന്ത് ചെയ്തിട്ടുണ്ട്, ലാർജ് ആംഗിളില് റീബൗണ്ട് ചെയ്തു. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്, ആൽഫ പാർട്ടിക്കിൾ അതായത് റേഡിയേഷൻ കടന്നു പോയപ്പോൾ മെജോറിറ്റി റേഡിയേഷൻസ് എന്ത് ചെയ്തു, എന്താണ് അത് പോയി, ആ റേഡിയേഷൻസ് കടന്നുപോയി. അതായത് റിപ്പൽ ചെയ്തില്ല, റീബൗണ്ട് ചെയ്തില്ല, അത് അതിലൂടെ കടന്നുപോയി. പിന്നെ സം റേഡിയേഷൻ എന്താണ് വെരി ലെസ്, അതായത് കുറഞ്ഞ അളവിൽ എന്ത് ചെയ്തു, അത് റീബൗണ്ട് ചെയ്തു. ചിലത് എന്താണ് ലാർജ് ആംഗിളിൽ റീബൗണ്ട് ചെയ്തു. ഇനി ഇതിൽ നിന്നുള്ള കൺക്ലൂഷൻ എന്താണ്, ഇതാണ് നമ്മൾ കണ്ട എക്സ്പെരിമെന്റ് അത്രയാണ്. ഇനി നമ്മൾ എന്താണ് ഇതിന് കൺക്ലൂഷൻ എന്ത് പറയാം, അതായത് ഇതിന്റെ മെജോറിറ്റി പോർഷൻ എന്താണ്, എംപ്റ്റി ആണ്. മെജോറിറ്റി പോർഷൻ എന്താണ്, എംപ്റ്റി ആണ്. അതായത് ജെ തോംസൺ പറഞ്ഞ പോലെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് റീബൗണ്ട് ചെയ്യണം, പക്ഷെ റീബൗണ്ട് ചെയ്തില്ല, അത് അതിലൂടെ കടന്നുപോയി, ഡീവിയേഷൻ ഇല്ലാണ്ട് അത് നേരെ കടന്നുപോയി. അപ്പൊ അത് എന്ത് സംഭവിക്കണം, അവിടെയൊക്കെ എന്താണ് എംപ്റ്റി ആണ്. എംപ്റ്റി ആയതുകൊണ്ടാണ് എന്ത് ആ ബീംസ്, ആ റേഡിയേഷൻസ് ഒക്കെ ഇങ്ങനെ നേരെ കടന്നുപോയത്. അപ്പൊ ഒരു പോയിന്റ് നമുക്ക് എന്ത് പറയാം കൺക്ലൂഷന്, മെജോറിറ്റി പോർഷൻസ് എന്താണ് എംപ്റ്റി ആണ്. ഇനി എന്താണ് ഇതിൽ എന്ത് സംഭവിച്ചു, ചിലത് റിപ്പൽ ചെയ്തു അല്ലെ. അപ്പൊ അതിന്റെ ചിലത് എന്ത് ചെയ്തു, ഇങ്ങനെ റിപ്പൽ ചെയ്തു. അതായത് ഇതിന്റെ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് എന്താണ് റൂദർഫോർഡ് ഇതിൽ നിന്ന് കണ്ടെത്തിയത്, ഇതിന്റെ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്, അതിന്റെ സെന്ററിലാണ്. അതായത് ആ ആറ്റത്തിലുള്ള മുഴുവൻ പോസിറ്റീവ് ചാർജസ് ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് ദി സെന്ററിൽ മാത്രമാണ് അതിന്റെ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് സെന്ററിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, അതിലാണ് എന്ത് പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് അടുത്തത് പറഞ്ഞത്, ഇലക്ട്രോൺസ് എന്താണ്, ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്താണ് റിവോൾവ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അതായത് പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദി സെന്റർ ആൻഡ് ഇലക്ട്രോൺസ് ആർ റിവോൾവ്ഡ് അറൗണ്ട് ഇറ്റ്. അതിന് ചുറ്റും എന്താണ്
ഇലക്ട്രോൺസ് ചുറ്റും റിവോൾവ് ചെയ്യണം. അപ്പോ ഇതിൽ ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് റൂദർഫോർഡ് ഒരു മോഡൽ പറഞ്ഞു. എന്താണ് മോഡല്? പ്ലാനറ്ററി മോഡൽ. റൂദർഫോർഡ് പറഞ്ഞത് എന്താണ്? കൊണ്ടുവന്ന മോഡലാണ് പ്ലാനറ്ററി മോഡൽ. ആ മോഡലാണ് എന്ത് പറയുന്നത്? അതായത് പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദി സെന്റർ, അതായത് ന്യൂക്ലിയസ്. ഇത് ന്യൂക്ലിയസ് ആണ്. അതായത് പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയസ്. പിന്നെ അതിന് ചുറ്റും എന്താണ്? ഇലക്ട്രോൺസ് ആർ റിവോൾവ്ഡ് അറൗണ്ട് ഇറ്റ്. അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോൺസ്. അപ്പൊ ഇതിൽ ഇലക്ട്രോൺ ആണ്. അതെന്ത് ചെയ്തു? ഇതിന് ചുറ്റും ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് വേറെ ഇതാ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്ലാനറ്ററി മോഡൽ. അപ്പൊ റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ മോഡലാണ് പ്ലാനറ്ററി മോഡൽ. ഇനി അടുത്തതുണ്ട്. ഇത് പറയാം. റൂദർഫോർഡ് ജെ.ജെ. തോംസണിനേക്കാളും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷെ എന്താണ് ഇതിൽ അദ്ദേഹത്തിന് സ്റ്റെബിലിറ്റിയെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞ? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ന്യൂക്ലിയസിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോണിന്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനുസരിച്ചിട്ട് ഒരു ചാർജുള്ള പാർട്ടിക്കിളിന് ചുറ്റും വേറൊരു ചാർജുള്ള പാർട്ടിക്കിള് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ കറങ്ങുന്ന പാർട്ടിക്കിളിന് എനർജി ലോസ് സംഭവിച്ച് അതെന്ത് ചെയ്യും? ന്യൂക്ലിയസിലോട്ട് വീഴാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എനർജി ലോസ് സംഭവിച്ചത് എന്താണ്? ന്യൂക്ലിയസിലോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? അങ്ങനെ സംഭവിക്കുന്നില്ല. ഇവിടെ എന്താണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ വിശദീകരണം ശാസ്ത്രലോകത്തിന് കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? റൂദർഫോർഡിന് കഴിഞ്ഞില്ല. അപ്പോ ഇതിന് സ്റ്റെബിലിറ്റിയെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ട് എന്താണ്? ഇതാണ് അതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. സ്റ്റെബിലിറ്റി, ഇതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതാണ് ഇതിന്റെ ഡ്രോബാക്ക്. ഇനി ഇതിനേക്കാളും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടാണ് ബോർ അറ്റോമിക് മോഡൽ പറയുന്നത്. ബോർ കൊണ്ടുവന്ന മോഡൽ. അതിലെന്താണ്? സ്റ്റെബിലിറ്റിയെ കുറിച്ചൊക്കെ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.